ഹേമന്തേ പ്രഥമേ മാസി നന്ദൗർജകുമാരികാ ചേരുർഹവിഷ്യം ഭുഞ്ജാന കാത്യായന്യർച്ചനവ്രതം ആപ്ലുത്യാംഭസി കാളിന്ദ്യാജലാന്തേ ചോദിതേരുണേ കൃത്വാ പ്രതികൃതിം ദേവീമാനർച്ചുർനൃപസൈകതീം ഗന്ധൈർമാല്യൈ സുരഭിഭിർബലിഭിർധൂപദീപകൈ ഉച്ചാവചൈശ്ചോപഹാരൈ പ്രവാളഫലതണ്ടുലൈ കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ കുരു തേ നമ ഇതി മന്ത്രം ജപന്ത്യസ്താ പൂജാം ചക്രു കുമാരിക ഏവം മാസം വ്രതം ചേരു കുമാരിയ കൃഷ്ണചേതസ ഭദ്രകാളീം സമാനർച്ചുർഭൂയാൻ നന്ദസുതപതി ഉഷസ്യുത്ഥായ ഗോത്രൈസ്വൈരന്യോന്യാബദ്ധബാഹവ കൃഷ്ണമുച്ചൈർജഗുര്യാന്ത്യ കാളിന്ദ്യാം സ്നാതുമന്വഹം അദ്യാം കദാചിദാഗത്യ തീരെ നിക്ഷിപ്യ പൂർവവൽ വാസാംസി കൃഷ്ണം ഗായന്തിയോ വിജഹ്രുസലിലേ മുദ ഭഗവാംസ്തദഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വര വയസ്യൈരാവൃതസ്തത്ര ഗതസ്ഥൽകർമ്മസിദ്ധയേ താസാം വാസാംസ്യുപാദായ നീപമാരുഹ്യ സത്വര ഹസദ്ഭിഃ പ്രഹസൻ ബാലൈഃ പരിഹാസമുവാച അത്രാഗത്യ ബലാ കാമം സ്വം സ്വം വാസ പ്രഗൃഹ്യതാം സത്യം ബ്രുവാണിനോ നർമ്മ യദ്യൂയം വ്രതകരിഷിതാ നമയോദിതപൂർവം വാ അനൃതം തതിമേ വിദു ഏകൈകശ പ്രതീക്ഷധ്വം സഹൈവോത സുമധ്യമാ തസ്യ തൽക്ഷ്വേളിതം ദൃഷ്ട്വാ ഗോപ്യ പ്രേമ പരിപ്ലുതാ വ്രീഡിതാ പ്രേക്ഷിച്ചാന്യോന്യം യാതഹാസാനനിര്യയോ ഏവം ബ്രുവതി ഗോവിന്ദേ നർമ്മണാക്ഷിപ്തചേതസ ആകണ്ഠമഗ്നാശീതോദേ വേപമാനാസ്തമബ്രുവൻ മാനയം ഭോ കൃതാസ്ത്വാം തു നന്ദഗോപസുതം പ്രിയം യാനീമോംഗവ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേപിതാ ശ്യാമസുന്ദര തേ ദാസ്യ കരവാമതവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ നോ ചേത് രാജ്ഞേ ബ്രുവാമഹേ ശ്രീഭഗവാനുവാച ഭവത്യോ ഇതി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യഥ അത്രാഗത്യ സ്വവാസാംസി പ്രതീച്ഛന്തു ശുചിസ്മിതാ തതോ ജലാശയാൽ സർവാദാരികാ ശീതവേപിതാഃ പാണിഭ്യാം യോനിമാച്ഛാദ്യ പ്രോക്തേരുശീതകരിഷിതാ ഭഗവാനാഹതാ വീക്ഷ്യ ശുദ്ധഭാവപ്രസാദിത സ്കന്ധേ നിധായ വാസാംസി പ്രീത പ്രോവാച സസ്മിതം യൂയം വിവസ്ത്രായതപോ ധൃതവ്രത വ്യഗാഹതൈതതു ദേവഹേളനം ബദ്ധ്വാഞ്ജലിം മൂർധ്ന്യപനുത്തയേം ഹസ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതാം ഇത്യച്യുതേനാഭിഹിത വ്രജാബലാമത്വാ വിവസ്ത്രാപ്ലവനം വ്രതച്യുതിം തൽപൂർത്തികാമാസ്തദശേഷകർമ്മണാം സാക്ഷാൽ കൃതം നേമുരവദ്യമർഗ്യത താസ്തഥാ വനതാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുത വാസാംസി താഭ്യ പ്രായച്ഛൽ കരുണസ്തേന തോഷിത ദൃഢം പ്രലബ്ധാസ്ത്രപയാ ച ഹാപിതാ പ്രസ്തോഭിതാ ക്രീഡനവച്ചകാരിതാ വസ്ത്രാണി ചൈവാപഹൃതാന്യഥാപ്യമും താനാഭ്യസൂയൻ പ്രിയസംഗ നിർവൃതാ പരിധായ സ്വവാസാംസി പ്രേഷ്ഠസംഗമസഞ്ജിതാ ഗൃഹീതചിത്താ നോ ചേലുസ്തസ്മിൻ ലജ്ജായിതേ ക്ഷണാ താസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പർശകാമ്യയാ ധൃതവ്രതാനാം സങ്കൽപ്പമാഹ ദാമോദരോ ബലാഃ സങ്കൽപ്പോ വിദിതസാധ്വിയോ ഭവതീനാം മദർച്ചനം മയാനുമോദിത സോസൗ സത്യോ ഭവിതുമർഹതി നമയ്യാവേശിതധിയാം കാമ കാമായ കൽപ്പതേ ഭർജിതാ ക്വഥിതാ ധാന പ്രായോ ബീജായ നേഷ്യത്തെ യാതാബലാവർജം സിദ്ധ മയേമാരം സ്ഥിതക്ഷപാഃ യദുദ്ദിശ്യ വ്രതമിദം ചേരുരാര്യാർച്ചനം സതീ ശ്രീശുക ഉവാച ഇത്യാദിഷ്ടാ ഭഗവത
ലബ്ധകാമാ കുമാരിക ലബ്ധകാമാ കുമാരിക ധ്യായന്ത്യസ്തൽപദാംഭോജം കൃച്ഛ്രാൻ നിർവിവിശുർവ്രജം അഥ ഗോപൈ പരിവൃതോ ഭഗവാൻ ദേവകീസുത വൃന്ദാവനാത് ഗതോ ദൂരം ചാരയൻ ഗാസഹാഗ്രജ നിദാഘാർക്കാതപേതിഗ്മേ ഛായാഭിസ്വാഭിരാത്മന ആതപത്രായിതാൻ വീക്ഷ്യ ദ്രുമാനാഹ വ്രജൗകസ ഹേ സ്തോക കൃഷ്ണ ഹേ അംശോ ശ്രീരാമൻ സുബലാർജുന വിശാലഋഷഭ തേജസ്വിൻ ദേവപ്രസ്ഥ വരൂഥപ പശ്യത ഇതാൻ മഹാഭാഗാൻ പരാർത്ഥൈകാന്തജീവിതാൻ വാതപരുഷാതപഹിമാൻ സഹന്തോ വാരയന്തിന അഹോ യേഷാം വരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസ്യേവ യേഷാം വൈ വിമുഖായാന്തിനാർത്ഥിന പത്രപുഷ്പഫലഛായാമൂലവൽക്കലദാരുഭി ഗന്ധനിര്യാസഭസ്മാസ്ഥിതോക്മൈ കാമാൻ വിതന്വതേ ഏതാവജ്ജന്മസാഫല്യം ദേഹിനാമിഹ ദേഹിഷു പ്രാണൈരർത്ഥൈർധിയാ വാച ശ്രേയ ഏവാചരേൽ സദാ ഇതി പ്രവാളസ്തബക ഫലപുഷ്പദളോൽക്കരൈ തരൂണാം നമ്രശാഖാനാം മധ്യേന യമുനാംഗത തത്ര ഗാപായിത്വാപ സുമൃഷ്ടാ ശീതളാ ശിവ തതോ നൃപസ്വയം ഗോപാ കാമം സ്വാദുപുർജലം തസ്യ ഉപവനേ കാമം ചാരയന്ത പശൂൻ നൃപ കൃഷ്ണരാമ ഉപാഗമ്യ ക്ഷുധാർത്ത ഇദമബ്രുവൻ. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപീവസ്ത്ര അപഹാരോ നാമ ദ്വാവിംശതിതമോധ്യായ. ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗീതാചാര്യനായ ഭഗവാൻ അർജുനനോട് പറയണതായ ഒരു ഉപദേശത്തിൽ സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നുണ്ട്. എല്ലാ ധർമ്മങ്ങളെയും കർമ്മങ്ങളെയും ഉപേക്ഷിക്കൂ. മാമേകം ശരണം വ്രജ, നീ എന്നെ ശരണം പ്രാപിക്കൂ. അത്തരമൊരു ശരണാഗതി പ്രാപിച്ചാൽ ഞാനുണ്ട് നിന്റെ വിജയത്തിനായിട്ട് എന്ന് ഭഗവാൻ ആ ഗീതോപദേശത്തിൽ അർജുനോട് പറയാനുള്ളതായ ആ ഒരു ആശയം കിട്ടിയത് ഒരു പക്ഷേ ഈ ഗോപികമാരിൽ നിന്നായിരിക്കണം, അവരുടെ ശരണാഗതിയിൽ നിന്നായിരിക്കണം. അങ്ങനെ ഭഗവാനെ ശരണം പ്രാപിച്ചവർ ഈ ലോകത്തിൽ ഗോപികമാരല്ലാതെ മറ്റധികം പേരില്ല. ആ ശരണാഗതിക്ക് വേണ്ടിയാണ് ധർമാനുഷ്ഠാനം, ആ ശരണാഗതിക്ക് വേണ്ടിയാണ് കർമ്മ യോഗാദികൾ, ആ ശരണാഗതിക്ക് വേണ്ടിയാണ് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ജീവിതത്തിൻ്റെ വിവിധങ്ങളായ ആശ്രമ ജീവിതങ്ങളെല്ലാം തന്നെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ശരണാഗത ഭാവം, സമർപ്പണ ഭാവം നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഗോപികമാർക്കതുണ്ടായി. അവരോട് ഭഗവാൻ പറഞ്ഞു, ഇനി ഞാനും നിങ്ങളും ഒന്നാണ്. അങ്ങനെ ഭഗവാനെ ഭജിച്ച ഭക്തകളായ ഗോപികമാരും ഒന്നായി തീർന്ന ആ ഒരു അദ്വൈത ഭാവത്തിൻ്റെ നൃത്തമായിരുന്നു രാസലീല. ഗോപികമാരെ അനുഗ്രഹിച്ച് അടുത്ത ശരൽക്കാലമാവട്ടെ, നിങ്ങൾ കാത്തിരിക്കൂ എന്ന് പറഞ്ഞ് ഭഗവാൻ ഇത് തിരിച്ചു പോകുന്ന യാത്രയിൽ കൂട്ടുകാരോട് സംസാരിച്ച വർത്തമാനമാണ് ഈ അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കേട്ടത്. കൂട്ടുകാരോട് ഭഗവാൻ പറയുകയാണ്, ഈ പ്രകൃതി എത്ര മനോഹരമാണ്, ഈ പ്രകൃതിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആസ്വാദനം. ഈ പ്രകൃതി തന്നെ നമ്മളെ എന്തെല്ലാം പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുസ്തകം നോക്കി വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രകൃതിയിൽ തന്നെ കാണുന്ന കാഴ്ചകളെ കണ്ട് അനേക പാഠങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായ പാഠം ത്യാഗം എന്നതായിരിക്കണം. ത്യാഗമാണ് പ്രേമത്തിൻ്റെതായ വഴി. ആ ത്യാഗം പ്രകൃതി നമുക്ക് കാണിച്ചു തരണു എന്ന് പറഞ്ഞ് ഭഗവാൻ അങ്ങനെ കൂട്ടുകാരുമൊത്ത് നടന്നൊരു ആൽ ചുവട്ടിൽ എത്തിച്ചേർന്ന് അവിടെ കുറച്ചു നേരം നമുക്ക് വിശ്രമിക്കുക. അപ്പോഴാണ് ഭഗവാൻ കൂട്ടുകാരോട്, എന്തൊരു നല്ല കാറ്റല്ലേ, നമ്മളിവിടെ ഫാനൊക്കെ തിരിയുമ്പോൾ AC ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഡോളർ കൃത്യമായിട്ട് അടയ്ക്കണം. ഇവിടെ ഇത് ഒരു പ്രതിഫലവും കൊടുക്കാതെ കണ്ട ആൽമരം
എത്ര കാലമായിട്ട് ഇങ്ങനെ ആ ആലിലകളെ ചലിപ്പിച്ചുകൊണ്ട് സ്വയം വെയിൽ കൊണ്ട് നമുക്ക് തണൽ തരുന്നതായ ഈ ആലിനെ എത്ര പ്രദക്ഷിണവശാലാണ് ആ ആൽമരം നമുക്ക് തരുന്നതായ തണലിന് പ്രത്യുപകാരമായി തീരുക. ഈ ഒരു ത്യാഗം പ്രകൃതിയിൽ നിന്ന് ഓരോ ആലാവട്ടെ, മാവാവട്ടെ, തെങ്ങാവട്ടെ, വൃക്ഷലതാദികളാവട്ടെ, പക്ഷിമൃഗാദികളാവട്ടെ, ഒഴുകുന്ന നദികളാവട്ടെ, പർവ്വതങ്ങളാവട്ടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. തെങ്ങും തൈ വെച്ച് ആദ്യം അതിൻ്റെ വളർച്ച കാലത്ത് സ്വല്പം ഒരു കുടത്തിൽ വെള്ളമൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ ഒഴിക്കണേ ഉള്ളൂ. അയ്യോ വെയ്യാന്നൊക്കെ നമ്മൾ പറയുന്ന സ്ഥലം വേണ്ടില്ല. വളർന്നു വരാൻ വേണ്ടി നമ്മൾ ആ വെള്ളം ഒഴിച്ചതിൻ്റെ പ്രത്യുപകാരമായിട്ട് നമ്മുടെ തലമുറയ്ക്കല്ല, അടുത്ത തലമുറയ്ക്കും നല്ല ഇളനീര് വെള്ളം തിരിച്ചു തരുന്നതായ ആ തെങ്ങിനോട് എത്ര നമ്മൾ കടപ്പാട് ഉള്ളവരാണ്. ഏതെങ്കിലും ഒരു നാളികേരം, അത് ഇപ്പം തെങ്ങ് കയറാനൊന്നും ആൾക്കാരൊന്നും വരണില്ലേ, അതുകൊണ്ട് ഈ നാളികേരം നമുക്ക് തന്നെ കഴിക്കുക എന്ന് വിചാരിച്ചിരുന്ന ഒരു തെങ്ങും നാളികേരം കഴിക്കുന്നുണ്ടായിട്ടില്ല. ചക്കപ്പഴക്കനെ ആൾക്കാർക്ക് വേണ്ടാണ്ട് വീട് പോവാ നാട്ടിൽ. എന്നാൽ ഏതെങ്കിലും ഒരു പ്ലാവ് ആ ചക്ക സ്വയം തിന്നലുണ്ടായിട്ടില്ല. അവരെ ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രകൃതി വിഭവങ്ങളെല്ലാം നമുക്കായിട്ട് തരുമ്പോൾ, നമ്മളത് സ്വീകരിക്കുമ്പോൾ നമ്മൾ അവരെയെല്ലാം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ളവരാണ്. ആ ഒരു ത്യാഗം നമ്മൾ മനസ്സിലാക്കണം എന്ന് കൂട്ടുകാരോട് ഭഗവാൻ പറയണു. സ്നേഹം അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു സമ്പത്ത്. എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടായിരുന്നു ഭഗവാന്റെ തിരിച്ചുള്ള യാത്ര. ആ യാത്രയിൽ പിന്നെ ഒരു യാഗശാലയിൽ എത്തിച്ചേരണതും ആ യാഗം ചെയ്യണവരായ ഋത്വിക്കുകൾ കുറച്ചൊരു കർമ്മഠന്മാരാണ്. ഇങ്ങനെ കർമ്മം ചെയ്യാന്നല്ലാണ്ട്, പുക കൊണ്ട് അഗ്നിയുടെ മുമ്പിൽ ഇരിക്കുക എന്നല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ളതായ ഒരു ഭക്തി അവർക്ക് ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ യാഗം ചെയ്തിരുന്നവരുടെ വിപ്രപത്നിമാര് വന്ന് ഭഗവാനെ നിവേദ്യാദികളൊക്കെ സമർപ്പിച്ച് പൂജിച്ചപ്പോൾ ആ യാഗത്തിൽ പങ്കുകൊണ്ട എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കണു. പിന്നെയാണ് അതേവരുണ്ടായിരുന്ന ഒരു യാഗത്തിന് ഭഗവാൻ ഒരു പുതിയ ഒരു രീതിയിൽ മാറ്റം വരുത്തിയത്. ഇന്ദ്രയാഗമായിരുന്നു അതേവർ നടത്തിയിരുന്നത് എങ്കിൽ ഇന്ദ്രയാഗത്തിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ കണ്ടപ്പോൾ അച്ഛനോട്, നന്ദഗോപനോട് ഭഗവാൻ പറഞ്ഞു, എന്തിനാ വെറുതെ ഇന്ദ്രന് യാഗമൊക്കെ ചെയ്യണത്? ആരെങ്കിലും ഇന്ദ്രനെ എന്നവരെ കണ്ടിട്ടുണ്ടോ? ഇന്ദ്രായ സ്വാഹ, വരുണായ സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഗ്നിയിൽ ഹോമിക്കുക എന്നല്ലാണ്ട് ഏതെങ്കിലും ഒരു ഇന്ദ്രൻ വരുണ്ടായിട്ടുണ്ടോ? അതുകൊണ്ട് ഇന്ദ്രനൊന്നും യാഗം ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ദേവപൂജാദികളൊക്കെ വെറും വിവരില്ലാണ്ട് ഓരോരുത്തർ തുടങ്ങി വെച്ചതാണ്. നമുക്ക് പൂജിക്കേണ്ടത് ഈ പ്രകൃതിയെയാണ്. നമ്മുടെ പശുക്കൾക്ക് ധാരാളം പുല്ല് തിന്നാൻ പാകത്തിന് ഈ ഗോവർദ്ധന പർവ്വതമാണല്ലോ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പർവ്വത പൂജയാവാം എന്ന് പറഞ്ഞ് ഇന്ദ്രയാഗം ഭഗവാൻ മാറ്റിമറിച്ച് ഗോവർദ്ധന യാഗം നടത്തി. ഗോവർദ്ധന പർവ്വതത്തെ പൂജിച്ച് പ്രദക്ഷിണാദികളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. ആപത്ത് വന്നാൽ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെയൊരു ദേവ ആരാധനകളെ മാറ്റിമറിച്ച ഭഗവാന്റെ ഒരു വിപ്ലവം കണ്ടപ്പോൾ ഇന്ദ്രൻ അത്ര സഹിച്ചില്ല. ഇന്ദ്രൻ അവിടുന്ന് അഹങ്കാരിയായിട്ട് യമുനാ തീരത്തുള്ള ഗ്രാമ പ്രദേശത്തിലുള്ളവരെ മുഴുവൻ നശിപ്പിക്കാൻ തക്കവണ്ണം പ്രളയമേഘങ്ങളെ പറഞ്ഞയച്ചു. ആ പ്രളയമേഘങ്ങൾ വന്ന് അതിഗംഭീരമായ മഴ പെയ്യാനായിട്ട് തുടങ്ങി. യമുനയിൽ വെള്ളപ്പൊക്കമുണ്ടായി തീർന്നു. കൃഷ്ണ, നമുക്ക് അബദ്ധം പറ്റി. ഇന്ദ്രോ നാശായ വരുഷതി, ഇന്ദ്രൻ നമ്മളെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുഷിക്കണു എന്ന് പറഞ്ഞ് നന്ദഗോപുര് പറഞ്ഞപ്പോൾ അച്ഛൻ പരിഭ്രമിക്കേണ്ട, നമ്മൾ ഗോവർദ്ധന പൂജ നടത്തിയതാണല്ലോ, ഗോവർദ്ധനത്തിനോട് പ്രാർത്ഥിച്ചതാണല്ലോ, നമ്മളെ ഗോവർദ്ധനം രക്ഷിക്കാതെ കൊണ്ടിരിക്കില്ല, നമുക്ക് എല്ലാവർക്കും ഗോവർദ്ധനത്തിനടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി ഭഗവാൻ ഗോവർദ്ധന പർവ്വതത്തിനടുത്തേക്ക് എത്തിച്ചേർന്നു. പർവ്വതരാജ്യനായ അവിടുന്ന് ഞങ്ങളെല്ലാവരെയും ഈ പ്രളയത്തിന്ന് രക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കേട്ട് പർവ്വതം അങ്ങനെ മേൽപോട്ട് ഉയർന്നത് കൊടയായിട്ട് മാറണു. ആ കൊടയായ പർവ്വതത്തെ ഭഗവാൻ തന്റെ ചെറിയ വിരൽ കൊണ്ട് അങ്ങനെ പിടിച്ചുകൊണ്ട് ഒരു സപ്താഹം ഉണ്ടായിരുന്നാണ്, 7 ദിവസം ഉണ്ടായിരുന്നാണ്. 7 ദിവസത്തെ പ്രളയം കഴിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ സ്റ്റോക്കൊക്കെ തീർന്നു. ഇന്ദ്രൻ ആകപ്പാടെ പരിഭ്രമായി. ഈ ഗുരുവായൂരപ്പനോട് കളിക്കാൻ പുറപ്പെട്ടിട്ട് ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുകയാവോ എന്നുള്ളതായ പരിഭ്രമായി. ഇന്ദ്രൻ അവിടുന്ന് ക്ഷമാപണം ചെയ്യാനായിട്ട് കാമധേനുവിനോടൊപ്പം എത്തിച്ചേരണു. പർവ്വതമാകുന്ന കൊട താഴ്ത്തു വെച്ചുകൊണ്ട് പ്രളയത്തിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ഭഗവാൻ ഗോകുലവാസികളെ രക്ഷപ്പെടുത്തിയതായ അവസരത്തിലാണ് ഇന്ദ്രൻ ദൂരെ നിന്ന് വന്ന് ക്ഷമിക്കണേ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അതൊന്നും ശ്രദ്ധിക്കാണ്ട് അങ്ങനെ കൂട്ടുകാരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുക. വലിയൊരാൾ വന്നു ഞെളിഞ്ഞ് നടന്നിട്ട് ഇങ്ങനെ എന്നോട് കളിക്കാൻ പുറപ്പെട്ടിട്ടെന്നൊക്കെ ഭഗവാൻ. അപ്പോൾ കാമധേനു വന്നിട്ടൊരു ഒരു ഒരു മധ്യസ്ഥ അല്ല, അദ്ദേഹം
ഒന്ന് തലയെടുപ്പോണ്ടാണ് പ്രശ്നം മനസ്സിലായി. നമ്മൾ ക്ഷമിക്കണേന്നൊക്കെ പറഞ്ഞ് കാമധേനു വന്ന് ശുദ്ധമായ പാലുകൊണ്ട് കാമധേനു ആദ്യം ഭഗവാനെ അഭിഷേകം ചെയ്തു. ഇന്ദ്രനും ഐരാവത്തിന്റെ തുമ്പിക്കൈയിൽ കൊണ്ടുവന്നതായ ഗംഗാജലം കൊണ്ട് ഭഗവാനെ അഭിഷേകം ചെയ്തു. ഭഗവാൻ ഇന്ദ്രനോട് കുറച്ചൊരു ഗൗരവത്തിലാണ് പറഞ്ഞത്. 7 വയസ്സ് പ്രായമായിട്ടുള്ളൂ കേട്ടോ ഭഗവാന്. ഇന്ദ്രനോട് താനെ കളിക്കാൻ പുറപ്പെട്ട ഇനിയുള്ള സ്വഭാവം എങ്ങനെയാവില്ലേ? സ്വർഗത്തിലെ ഇന്ദ്രനായിട്ടുള്ള ഒരു അധികാര സ്ഥാനം കിട്ടിയിട്ട് മര്യാദയ്ക്ക് മറ്റുള്ളവരെ രക്ഷിക്കുക എന്നല്ലാണ്ട് ആ ഒരു അധികാര സ്ഥാനം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ തോന്നിവാസം കാണിക്കാൻ പുറപ്പെടണമെന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം മാറും എന്നുള്ള നിലയ്ക്കുള്ള ഭഗവാന്റെ വാക്ക് കേട്ടപ്പോൾ കിടുകിട വിറച്ചുകൊണ്ടാണ് അഹങ്കാരം തീർന്നുകൊണ്ട് ഇന്ദ്രൻ തിരിച്ചു പോയത്. ഇങ്ങനെ അഹങ്കാരികൾ ഇനി ഏത് അധികാര സ്ഥാനത്തുള്ളവരായാലും വേണ്ടി അവരെ ഭഗവാൻ കിടുകിട വിറപ്പിക്കണോ, കാൽക്കൽ വീഴ്ത്തണോ. അതേസമയത്ത് തന്നിലുള്ള ശരണാഗതിയാകുന്ന ഭക്തിയുള്ളവരാവട്ടെ അവർക്ക് ഭഗവാനെ കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം, ആടിപ്പാടി കളിക്കാം, യമുനയിൽ നീന്തിക്കളിക്കാം എന്നതിലേക്ക് ഭഗവാൻ അവർക്കെല്ലാവർക്കും സ്വന്തമായി തീരണു. ഇതാണ് കൃഷ്ണാവതാരത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് കൃഷ്ണാവതാരം പൂർണ്ണ പുണ്യാവതാരമായി തീർന്നത്. മറ്റു അവതാരങ്ങളോടൊന്നും ഉപമിക്കാൻ പറ്റാത്തതായ അവതാരമായി തീർന്നത്. ആ തരത്തിലുള്ള ലീലകളാണ്, കളികളാണ് ഭഗവാന്റെ ഈ ഗോവർദ്ധന പർവ്വതം കുടയായി പിടിക്കലെല്ലാം തന്നെ. പിന്നെ വരുണലോകത്തിൽ പോയി വരുണന്റെ പൂജ സ്വീകരിക്കുന്നതായിട്ടുള്ള കഥയുണ്ട്. പിന്നീടാണ് കാമദേവനെ കാൽക്കൽ വീഴ്ത്തുന്നതായ കഥയാണ് രാസലീല 5 അധ്യായങ്ങൾ. അതോടുകൂടി കൃഷ്ണാവതാരത്തിൽ താൻ എന്തിനു വേണ്ടി അവതരിച്ചു? കംസനെ കൊല്ലാനാണ് വെച്ചാൽ ഭഗവാനോട് റിമോട്ട് പോലെ അവിടെ ഇരുന്നുകൊണ്ട് റിമോട്ട് അമർത്തിയ പോലെ കംസന്റെ കഥ കഴിക്കാൻ. അതിനൊന്നല്ല ഭഗവാൻ ഇവിടെ വന്നത്. തനിക്കിവിടെ ഈ മർത്യലോകത്തിൽ വന്ന് മനുഷ്യരുടെ ഇടയിൽ ഒരു മനുഷ്യനായും കൊണ്ട് ജീവിക്കണം. ആ മനുഷ്യനായും കൊണ്ടുള്ള ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് മനുഷ്യത്വം എന്താണ് എന്ന് പഠിപ്പിക്കണം. മനുഷ്യരായ ജന്മത്തിൽ സ്നേഹിക്കുകയാണ് വേണ്ടത്, ത്യാഗമാണ് വേണ്ടത്, പ്രേമമാണ് നേടേണ്ടതായ ഡിഗ്രി എന്ന് ലോകർക്ക് പ്രസംഗിച്ചു പറഞ്ഞു കൊടുക്കാനല്ല. ഒരു പ്രവാചകനായിട്ട് വന്ന ആളല്ല ഭഗവാൻ. തൻ്റെ പ്രവൃത്തിയിൽ കൂടി, തൻ്റെ മനുഷ്യനാട്യത്തിൽ കൂടി, കൂട്ടുകാരോടൊപ്പം കളിക്കുന്നതായ കളികളിൽ കൂടി, കൂട്ടുകാരികളെ അനുഗ്രഹിക്കുന്നതിൽ കൂടി, അമ്മ യശോദയ്ക്ക് ഉണ്ണിയായിട്ട് വാത്സല്യിക്കാൻ കൊടുക്കുന്നതായ വാത്സല്യ ഭക്തിയിൽ കൂടി ഭക്തിയെ സ്ഥാപിക്കാനാണ് ഭഗവാന്റെ വരവ്. ഭക്തി 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 എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു വേഷം കെട്ടല്ല, അതൊരു ആശ്രമത്തിലെ മഠാധിപതിയാവലല്ല, അത് മനുഷ്യ മനസ്സിന്റെ വികാസമാണ്. വികാസം പ്രാപിക്കാവുന്ന മനസ്സ് മനുഷ്യന് മാത്രമേ ഉള്ളൂ. ആ മനസ്സിന്റെ വികാസത്തിന് വേണ്ടിയാണ് മനുഷ്യ ജീവിതം. വികാസം പ്രാപിക്കാത്തൊരു ഒരു മനസ്സുള്ള മനുഷ്യന്റെ ജീവിതം കൊണ്ട് എന്ത് കാര്യം? അത്തരം ഒരു മന്ദബുദ്ധിയാവാനല്ല, ബുദ്ധി വികാസം ഉണ്ടാവാനാണ്, ബുദ്ധനാവാനാണ്, ആ മാനസിക വികാസം ഉണ്ടാവാനാണ് മനുഷ്യ ജീവിതം. ആ മാനസിക വികാസം എന്തെങ്കിലും പ്രവർത്തിച്ചതുകൊണ്ടുണ്ടാവില്ല. അതിന് ഭക്തി വേണം, സ്നേഹം വേണം. എത്ര കണ്ട് നമ്മളിൽ സ്നേഹമുണ്ടോ അത്രയും നമ്മുടെ മനസ്സ് വികാസം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മനസ്സിൽ എത്ര കണ്ട് സ്നേഹമില്ലയോ അത്രയും നമ്മുടെ മനസ്സ് സങ്കുചിതമായി കൊണ്ടേയിരിക്കുന്നു. അപ്പൊ ഈ സമൂഹത്തിന്റെ, ഈ മനുഷ്യ മനസ്സിന്റെ സങ്കുചിത ഭാവങ്ങൾ വർദ്ധിച്ചു വന്നപ്പോഴാണ് അധർമ്മം വർദ്ധിച്ചത്. ആ അധർമ്മത്തിൽ നിന്ന് ധർമ്മ സംരക്ഷണാർത്ഥം ലോകരെ രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ഇവിടെ വന്ന് എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാളായിട്ട് മാറിയിട്ട് ഞാനൊരു ഈശ്വരനാണ്, എല്ലാവരും വന്ന് കാലക്കൽ നമസ്കരിച്ചോളൂ കേട്ടോ, ഡോളറും കൂടി വെച്ചോളൂ കേട്ടോ എന്ന് പറയലല്ല. എല്ലാവരുടെയും ഇടയിലേക്ക് ഇറങ്ങി വന്ന് ഞാൻ നിങ്ങളിൽ ഒരാളാണ്, നമുക്ക് തമ്മിൽ സ്നേഹിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിന്റെ മാറ്റങ്ങളിലേക്ക്, പുരോഗതിയിലേക്ക് നയിക്കാം. അതാണ് ഭഗവാന്റെ നായകത്വം, അതാണ് ശ്രീകൃഷ്ണന്റെ വ്യക്തിത്വം, അതാണ് ശ്രീകൃഷ്ണാവതാരം മറ്റ് അവതാരങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തീരാൻ കാരണം. ഒരേ സമയത്ത് ഈശ്വരൻ എന്ന അത്ഭുതങ്ങൾ സൃഷ്ടിക്കണു, ഒരേ സമയത്ത് മനുഷ്യനെന്ന മനുഷ്യനാട്യങ്ങളും ഭഗവാൻ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു.
രാസലീലയോടുകൂടി ഭഗവാന്റെ ലീലകളുടെ ആ ഒരു വിജയ ആഹ്ലാദ പ്രകടനം വൃന്ദാവനത്തിൽ മാത്രമല്ല, സ്വർഗാദി ലോകങ്ങളിലും ബ്രഹ്മാദി ലോകങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കണു. അപ്പൊ നാരദ മഹർഷി വൃന്ദാവനത്തിൽ വന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, കൃഷ്ണ ഇങ്ങനെ കളിച്ചു നടന്നാൽ മതിയോ, എന്തൊക്കെ കാര്യങ്ങൾ ഇനിയുണ്ട്. അല്ല, അമ്മാവൻ്റെ ഒരു കാര്യമാണല്ലോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് അമ്മാവൻ്റെ കാര്യം അവിടെ ചെന്നാൽ വേണ്ട പോലെ നോക്കണം. പിന്നെ അവിടെ മധുരയിൽ ഉള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുത്തശ്ശനെ അധികാരമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അവിടെയും കുറച്ചു കാലം ഭരണമൊക്കെ നേരെയാക്കണം. പിന്നെ കൃഷ്ണൻ ദ്വാരകയിൽ താമസിച്ചുകൊണ്ട് കല്യാണമൊക്കെ കഴിച്ച് വലിയൊരു കുടുംബനാഥനായി കൊണ്ട് ലോകരെ രക്ഷിക്കണം എന്നൊക്കെ നാരദൻ വന്ന് ഒരു സ്ക്രിപ്റ്റ് പോലെ അടുത്ത ഓരോരോ സ്ക്രീൻ ഏതൊക്കെയാണ് ഭഗവാൻ നാട്യം നടിക്കേണ്ടത് എന്നതായ നാടകത്തിന്റെ സംവിധായകനെ പോലെ സ്തുതിച്ചപ്പോൾ നാരദനോട്, ശരിയാ, ഞാനിങ്ങനെ കളിച്ച് രസിച്ച് കാളിന്തിയിൽ നീന്തി കളിച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉപയോഗിച്ച് നടന്നപ്പോഴേ അവർക്ക് കാര്യങ്ങളൊന്നും മറന്നു ഓർമ്മപ്പെടുത്തിയത് നന്നായി, ഞാൻ പുറപ്പെടുകയായി എന്ന് ഭഗവാനും. അങ്ങനെ ഭഗവാൻ ഇവിടുന്ന് പുറപ്പെടണു. മധുരയിൽ നിന്ന് അക്രൂരരെ കംസൻ പറഞ്ഞയക്കണു. അക്രൂരന്റെ കൂടെ ഭഗവാൻ മധുരയിലെത്തുന്നു. പിന്നെ കംസവധാദികള് അതൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി വിദ്യാഭ്യാസം. മധ്യപ്രദേശത്തിലാണ് ഇന്നും ആ ഭഗവാൻ പഠിച്ചതായ പാഠശാല തീർത്ഥാടന കേന്ദ്രമായിട്ട് ശോഭിക്കുന്നു. രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് എനിക്ക് അവിടേക്ക് പോകാനായിട്ടൊരു ഭാഗ്യമുണ്ടായി. ഉജ്ജയിനിക്കൊക്കെ അടുത്താണത്. ആ സന്ദീപനി ആശ്രമത്തിൽ രാമേട്ടനോടും കൂട്ടുകാരനായ സുധാമാവനോടും കൂടി പഠിച്ച് ഗുരുനാഥന് ഗുരുദക്ഷിണയായി മരിച്ചുപോയ ഗുരുപുത്രനെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാൻ തിരിച്ചു വരണു. സകലകലാവല്ലഭനായ ഭഗവാൻ മധുരാധിപതിയായി വാഴുമ്പോഴാണ് മധുരയെ ആക്രമിച്ച് ജരാസന്ധൻ വരണതും ആ ജരാസന്ധനെ 17 തവണ തോൽപ്പിച്ചു പറഞ്ഞയക്കുന്നതും പിന്നെ 18ാമത് ജരാസന്ധൻ വരണതിന് മുൻപ് അറബിക്കടലില് ദ്വാരകാപുരി വിശ്വകർമാവിനെ കൊണ്ട് പണി കഴിപ്പിച്ച് അവിടേക്ക് ഭഗവാൻ താമസം മാറ്റണതും ആ ദ്വാരകയിൽ വെച്ചാണ് ബലരാമന്റെ ആദ്യ വിവാഹം. ബലരാമന്റെ വിവാഹം സൂര്യവംശ രാജകുമാരി രേവതിയെ ആയിരുന്നു. പിന്നീടാണ് ഭഗവാന്റെയും വിവാഹം വിദർഭ രാജകുമാരി രുക്മിണിയെയാണ്. രുക്മിണി പ്രേമിച്ചതനുസരിച്ച് ഭഗവാൻ ഇവിടെ ദ്വാരകയിൽ വെച്ച് വിവാഹം ചെയ്യുന്നത് എന്ന രുക്മിണി കല്യാണ കഥകളൊക്കെയാണ് പിന്നീട്. അങ്ങനെ പോകുന്നു ഭഗവാന്റെ ആ ഒരു ജീവചരിത്രം. നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സഹസ്രാമത്തോടുകൂടി തുടങ്ങുക. അടുത്താണല്ലോ സച്ചിനോട് പറഞ്ഞത് സച്ചിനില്ല സച്ചിനോട് ആരാധനയാണ് അന്യൂ എൻ്റെ പേര് ഇവിടെ പോയിട്ട് ഇവിടുന്ന് തീരുമാനമാക്കി എടുത്തിട്ട് വന്നാൽ എന്താ വേണ്ടത് വയ്ക്കും ഏട്ടൻ്റെ ഇവിടെയാണ് മണ്ണാർക്കാട് പാലക്കാട് എന്താ പറഞ്ഞത്? ചന്ദ്രൻ ഇവിടെ വന്നിട്ട്
എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരാറില്ല. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. യു ആർ ഇളമന ചന്ദ്രമന എന്ന് ചന്ദ്രമന മീന മലയാളി എഡ്യൂക്കേഷൻ അസോസിയേഷൻ്റെ അത് മുഖാന്തരം നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഐ നോട്ട് സീൻ ചന്ദ്രൻ എന്ന് പറഞ്ഞ ചന്ദ്രമന ഓഫ് മിനിസ്റ്റർ അല്ല, എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ. അതിനായിരുന്നു വർത്തമാനം പറഞ്ഞത്. മലയാളി എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ അതിന് പിക്നിക്കിന് വരണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. 5-6 കൊല്ലം മുമ്പാണ്. പ്രോബ്ലി വിനോദ് നീലകണ്ഠനാണെന്ന് തോന്നുന്നു പരിചയം. വിനോദ് നീലകണ്ഠനെ അറിയോ? ഇല്ല, എന്നാൽ വേറെ ആരാണ്. പിന്നെ നിങ്ങളുടെ കൂടെ പഠിച്ച ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ എഞ്ചിനീയറിംഗിലല്ല. അല്ല, അതിനോ തൃശ്ശൂരാണ് പഠിച്ചത്. ചിറ്റൂർ കോളേജിൽ ആരോ ആണ് പരിചയപ്പെടുത്തിയത്. എഞ്ചിനീയറിംഗ് അല്ല, എനിക്ക് മനസ്സിലായി. ചന്ദ്രമന ആരാ ഞാൻ പറയാം. ഗിരിജനാണ്. ഗിരിജൻ അത് തന്നെ, ഗിരിജനാണ്. ചിറ്റൂർ. നിങ്ങളുടെ നാട്ടുകാരനാണ് അജിത് ചന്ദ്രൻ. ഇഷ്ടമല്ലേ? ഇല്ലേ, മണ്ണാർക്കാടാണ്. ഇത് ഓൾസോ മണ്ണാർക്കാട് താലൂക്കാട് ഇടയ്ക്കുള്ള സ്ഥലത്താണ്. അതെ. ഞങ്ങൾ പാലറ്റൈൻ റോഡിലാണ്. പാലറ്റൈൻ ബാരിസ്റ്റർ. അത് അതിൻ്റെ കുറച്ച് ഉള്ളിലായിട്ടാണ്. ഇന്റർസെക്ഷൻ, മേജർ ഇന്റർസെക്ഷൻ അല്ല. അതിനോട് ഞാൻ സാമ്പിളിൽ കുറയാതെ ആണല്ലേ? ഇപ്പം എവിടെ താമസം? ഇവിടെ ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു 2 മേലാണ്. 2 മേലില്ല, ഒരു മേലാണ്. മുകളിലേക്ക് പോകാം. അദ്ദേഹമായിട്ട് ഇവിടെ വർത്തമാനം പറഞ്ഞ മനുഷ്യനായിട്ട് വർത്തമാനം പറയാം. അദ്ദേഹം തീരുമാനിക്കും. അദ്ദേഹത്തിന് ഈ 3 ദിവസം കൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമ്മൾ മനുഷ്യനായി ജനിച്ചിട്ട് കാര്യമില്ല, മനുഷ്യൻ മനസ്സാണ് അത് പറഞ്ഞു. നമ്മൾ തീരുമാനിക്കും പോക്ക് You can play. You can't play without a friend. Come on. വീട്ടിലെ പൂത്തൊക്കെ പോവാണ്. സ്വർഗാരോഹണത്തിന്റെ സമയത്ത് ഒരു ദേവ്യം ഫസ്റ്റ് ടൈം സെക്കൻഡ് ടൈം ഇന്നിപ്പോ ഇത് ക്രാഷ് കോഴ്സ് എന്ന് പറയും. 7 ദിവസമുള്ള കാര്യങ്ങൾ 7 ദിവസമുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ് അല്ലേ? നമ്മുടെ മനസ്സ് ഇത് ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന വലിയൊരു കാര്യം. ഇത് ഗീതോ അല്ല അങ്ങനെ പറയുന്നത്. ഗീതയുണ്ട്, ഭഗവത്ഗീതയുണ്ട്. പക്ഷേ ഭഗവാൻ അർജുനന് വേണ്ടിയിട്ട് ഉപദേശിച്ചു കൊടുക്കുകയാണ്. പക്ഷേ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവൻ ഞാനാണ്. നമുക്ക് ഈ ഫീൽ ഇത് ഇന്റർപ്രിറ്റ് ചെയ്ത് അത് ഉദാഹരണത്തിന് അത് അവിടെയാണ് കല എന്ന് പറയുന്നത്. മനസ്സിലായി അല്ലേ? മറ്റേ നമ്മുടെ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നോവൽ വായിക്കുന്നത് അത് പാരായണമാണ്. അല്ല, അതൊന്നും കാരണമില്ല. എന്താ പറയാ പറഞ്ഞു തരുന്നത് പല കാര്യങ്ങളും റിമൈൻഡറാണ്. പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഗോപികുമാർ വന്നു കളന്തിയിൽ കുളിച്ചു എന്നിട്ട്. പക്ഷെ അത് നമ്മൾ വളരെ വിട്ടിരിക്കുന്നു. നമ്മൾ അശ്ലീല രീതിയിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നു.
അതെ 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 പറയുന്നത് എനിക്കെന്തായിക്കൂടെ അതാണ് നമ്മൾ Exactly.